ഹലോ ഫ്രണ്ട്സ്, എന്തല്ല? ഞാനിപ്പോൾ ഉള്ളത് ബെയ്പ്പസാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അങ്കാറയിൽ നിന്നും ഒരു 100 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ടൗണാണ് ബെയ്പ്പസാരി. തുർക്കിഷിൽ ബേസ് മാർക്കറ്റ് എന്നാണ് ബെയ്പ്പസാരിയുടെ അർത്ഥം. ഒരു ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് എന്ന് ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഒട്ടോമൻ കാലഘട്ടത്തിലുള്ള കുറേ ബിൽഡിങ്സ് ഇപ്പോഴും റീസ്റ്റോർ ചെയ്ത് ആ കൾച്ചറിനെ ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ബെയ്പ്പസാരി. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞാൻ അത് വഴിയെ പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ തുർക്കിയിൽ 60% ക്യാരറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ നിന്നാണുള്ളത്. അപ്പോൾ ക്യാരറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ബെയ്പ്പസാരി. ബെയ്പ്പസാരിയിലെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ഇനോസു വാലി. അതായത് ഇവിടെ ഒരുപാട് കേവ്സ് ഒക്കെ ഉണ്ട്. അതായത് ഈ വാലി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും വലിയ മലയാണ്, അതിന് നടുക്കുള്ളൊരു വാലിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഈ മലയിൽ ഒരുപാട് കേവ്സ് ഉണ്ട്. പണ്ടത്തെ ആധുനിക മനുഷ്യന്മാർ ജീവിച്ചിരുന്ന കാലത്തുള്ള കേവ്സുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ കണ്ടോ നിങ്ങളൊരു ഗുഹ? അതുപോലെ ഒരുപാട് ഗുഹകൾ നമുക്ക് കാണാൻ പറ്റും. കേവ്സ് നമുക്ക് ഈ പറയുന്ന മലയിടുക്കിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. നമുക്ക് അങ്ങോട്ട് എന്തായാലും ഇറങ്ങാം. എന്താ സംഭവം? നമ്മളെ കുക്ക് ചെയ്യാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പൊള്ളിക്കുകയാണ്. മീറ്റ് പൊള്ളിച്ചിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബെയ്പ്പസാരിയുടെ ഹൃദയഭാഗത്താണ്. ഇവിടെ തരീവേ കുൾത്തുർ മ്യൂസിയം, എൻ്റെ കറക്റ്റുള്ള പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, ഇങ്ങനെയൊന്ന് വിചാരിക്കുന്നു. തരീവേ കുൾത്തുർ മ്യൂസിയത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഓക്കെ, ലെറ്റ്സ് സീ. Elif, explain. Okay. This is from Byzantine period. Okay. Antique days. Yok hayır o örnek yani. Düğün konsepti yapmışlar. This is master rooms I think. The closets are embedded in the wall. And there is also a shower. In every room, version. every room there is a little bit shower inside of the walls, inside of the closets. It's only consists of for shower. Okay. Take a shower, but not for Toilet. Not only for shower. Okay. We say gusulhane. Blankets are made of wool and it's very heavy for winters. Okay. Okay, we can continue. The old times. Relatives. Wow. This is, I think, Bride's room. Bride's room. Oh, when you get married, they made for you. Okay. With the presentation.
വെള്ളം ഇങ്ങനെ പോവും ഇവിടെ. പണ്ടത്തെ ടോയ്ലറ്റ്. ഇപ്പോൾ നമ്മൾ മ്യൂസിയം കണ്ടു കഴിഞ്ഞു. അതായത് ബേപ്പസാരി ആളുകൾ താമസിച്ചിരുന്ന അവരുടെ ജീവിത രീതി, അവരുടെ കല്യാണം, ട്രഡീഷൻ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഒരുപാടൊന്നും കാണാനില്ല. സാധാരണ പഴമക്കാരുടെ ജീവിതം എങ്ങനെയാണോ സാധാരണ സ്ഥലങ്ങളിലുള്ളത്, പ്രത്യേക രീതിയിലുള്ളൊരു ആചാരങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ കണ്ടത്. സ്റ്റൈൽ ഓഫ് ഹോം എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് അതിൻ്റെ ഓവർവ്യൂ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബേപ്പസാരിയുടെ മാർക്കറ്റിൽ കൂടാണ് കേട്ടോ, സിറ്റി സെൻറ്ററിൽ കൂടാണ്. ഒരുപാട് മാർക്കറ്റ്, ഒരുപാട് സ്പൈസ്, ക്യാരറ്റാണ് ഇവരുടെ മെയിൻ പ്രൊഡക്ഷൻ. അതായത് തുർക്കിയിലെ 60% ക്യാരറ്റ് പ്രൊഡക്ഷൻ ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ നല്ല ജ്യൂസ് കിട്ടും, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിഷസ് കിട്ടും കേട്ടോ. പുഡിംഗ് ഒക്കെ കിട്ടും. പുഡിങ് അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ നോക്കാം. ഇത് ഡിലൈറ്റ് അല്ലേ? എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്നറിയോ, ബേപ്പസാരി ഒരു അൺഎക്സ്പ്ലോർഡ് സ്ഥലമാണ്, പക്ഷേ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം പഴമയില്ല. നമ്മുടെ ഒട്ടോമൻ കൾച്ചർ, ഒട്ടോമൻ ബിൽഡിങ്സ്, ഒട്ടോമൻ ആർക്കിടെക്ചർ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു മൈൽഡ് വേർഷൻ നമുക്കിവിടെ കിട്ടും. പിന്നെ അതിൻ്റെ കൾച്ചർ, നമുക്ക് അവിടുത്തെ മാർക്കറ്റ് കാണുമ്പോഴായാലും ഓരോ ബിൽഡിംഗ് കാണുമ്പോഴായാലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നന്നായിട്ട് അവർ റീസ്റ്റോർ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സ്, ഇതാണ് ബേപ്പസാരി സ്പെഷ്യൽ ബക്ലാവ. 80 ലെയർ ബക്ലാവയാണ് കേട്ടോ. ഇലക്കുള്ളിൽ ചോറ് അവളെടുക്കണ്ടോ, ഫുള്ള് അടിയിൽ വരെ കുത്തിയിട്ട്. നമ്മൾ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ ഈ ടൗണിൻ്റെ ടോപ്പ് വ്യൂ കാണാൻ പോകുകയാണ് കേട്ടോ. അതായത് ടൗൺ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്നാൽ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഉള്ളത് ഹിദർലിക് ഹില്ലാണ് കേട്ടോ. ഹിദർലിക് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിൽ. ഇവിടെ നിന്നാലും നമുക്ക് ഈ പറയുന്ന ബേപ്പസാരി ഫുൾ എൻ്റർ വ്യൂ ആ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ബേപ്പസാരിയുടെ. ഈ സൈഡിൽ നമ്മൾ കാണുന്നത് പുതിയ ബേപ്പസാരിയാണ് കേട്ടോ. ന്യൂ ബേപ്പസാരി ടൗൺ ആണ്. ഇതിനൊരു മറുവശമുണ്ട്, അവിടെയാണ് റീസ്റ്റോർഡ് ബേപ്പസാരി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വീടുകളൊക്കെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളാണ്. പണ്ട് ആ കാലഘട്ടത്തിലുള്ളത്, ഒരുപാട് പഴക്കമുള്ള 100-150 എത്രയോ വർഷങ്ങളോളം പഴക്കമുള്ള വീടുകളാണ്. ഇപ്പോഴും അതേപടി അവർ അത് റീസ്റ്റോർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുകയാണ്. അന്നത്തെ ഒരു മേയർ, പേരെനിക്കറിയത്തില്ല, മറന്നുപോയി, ആ ഒരു മേയർ ഉണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹമാണ് ഇതിനിങ്ങനെ റീസ്റ്റോർ ചെയ്യാനും ഈ രീതിയിൽ ഈ ടൗണിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്തത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മേയറില്ലേ, അദ്ദേഹത്തിൻ്റെ പേരാണ് മൻസൂർ യാവാഷ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഭരിച്ചിരുന്നത് മേയറായിട്ട് 1999, അതായത് 1999 മുതൽ 2009 വരെ ഇവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബേപ്പസാരി.
അപ്പോൾ നമ്മുടെ ബേപ്പസാരി എന്ന നമ്മുടെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ് ഗായ്സ്. ബേപ്പസാരിയിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നമ്മൾ തിരിച്ച് പോവുകയാണ്. സോ ബൈ.